ചേട്ടായി, അത് ശരി. ഫോൺ കണ്ടോണ്ടിരിക്കണോ? ഓണക്കൊടി എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കാലത്ത് തന്നെ പോയാലോട്ടോ. വൈകുന്നേരം ആവുമ്പഴത്തേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതിന് നീ റെഡിയായോ? ആ, അതാണ് നോക്കി. എന്താ? ഞാൻ കുറച്ച് തുണി ഐറ്റംസ് ആയിട്ട് വന്നാ. സാരിയും ചുരിദാറൊക്കെ ഉണ്ട്. ഓണമൊക്കെ അല്ലേ? വേണ്ട, തുണിയൊന്നും വേണ്ട ചേച്ചി. എന്തെങ്കിലും എടുക്ക ചേച്ചി. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാ. അതെടുക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. ആ ചേട്ടാ, ചേട്ടനായിട്ട് നല്ല ഷർട്ടുകളൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ട ചേട്ടായി. നമ്മളിപ്പോ കടയിൽ പോകുമല്ലേ, കടയിൽ നിന്ന് മേടിച്ചാൽ മതി. അത് വേണ്ട ചേട്ടാ. ഇതൊരെണ്ണം എടുക്കുക ചേട്ടാ. ഇതിന് എന്തെങ്കിലും കിട്ടിയിട്ടാണ് എനിക്ക് കോളേജിലെ ഫീസ് അടയ്ക്കാൻ. ആകെ ഞാൻ ഞായറാഴ്ച മാത്രം ഇങ്ങനെ കച്ചവടത്തിന് ഇറങ്ങാറുള്ളൂ. ഇതിന് എത്ര വില? ഇതിന് 500 രൂപ. 500 അല്ലേ? 500 എടുക്കും മതി. ഇതിന് 500 രൂപയൊന്നും ഉണ്ടാവില്ല ചേട്ടായി. നീ ചെണ്ട് എടുത്തോണ്ടാ. എവിടെ വീട്? എന്റെ വീട് പാലക്കാടാ. ഞാനിവിടെ ഹോസ്റ്റലിൽ നിന്നാ പഠിക്കുന്നത്. കൊഴപ്പില്ല. പക്ഷെ തലക്ക് കഴിഞ്ഞത് നിറം മുഴുവൻ പോകും. പഴംതുണി പോലെ ഇരിക്കും. നിങ്ങൾക്ക് അതൊക്കെ പറ്റുമോ? ഞങ്ങൾ എന്തായാലും കടയിൽ പോയിട്ട് എടുക്കണോളൂ കേട്ടോ. നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിച്ചാൽ മതി. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് കടയിൽ നിന്ന് തുണിയൊന്നും മേടിച്ചു തരാറില്ല. വീടിന്റെ അതിലൊരു അണ്ണം വരെയായിരുന്നു. 1.5 ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നേ. അയാളുടെ അടുത്തുന്ന ഷർട്ടൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടേ. എനിക്കും അനിയനും എല്ലാവർക്കും ഒരേ കളറായിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങള് ഇത് ഓണത്തിനൊന്നും ഇടലില്ല. ഞങ്ങള് ഓണം കഴിഞ്ഞ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു കല്യാണമൊക്കെ ഉണ്ടാവുമല്ലോ, അതിനാണ് കൂടുതൽ ഇടാറ്. അങ്ങനെ ഇട്ട് ചെല്ലുമ്പോൾ ഇതേ കളർ ഷർട്ടിൽ തന്നെ ഒരുപാട് പേരുണ്ടാവും. ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവർക്കും ഇതേ സെയിം കളറായിരിക്കും. വേറെ ഇല്ലല്ലോ, ഈ 1.5 തന്നെ എല്ലാവരും വാങ്ങിക്കുന്നത്. അപ്പൊ എല്ലാവരും പറയും യൂണിയൻകാരാന്ന് പറയും. ഇന്നത്തെ പിള്ളേരൊക്കെ ഓരോ കല്യാണങ്ങൾക്ക് മാച്ച് ചെയ്ത് ഒരേ ഡ്രസ്സ് ഇടുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ തന്നെ അതൊക്കെയാണ്. കാര്യം ഷർട്ട് 2 പ്രാവശ്യം ഇടുമ്പോൾ പോകുമായിരിക്കും. എന്നാലും ഈ അവധി കിട്ടിയിട്ട് പോലും നാട്ടിൽ പോവാതെ അവനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടോ? അത് കാണുമ്പോൾ നമ്മളെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യേണ്ടവരെ. വലിയ വലിയ കടകളിൽ കയറി ബ്രാൻഡഡ് സാധനമൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ വീടുകളിലൂടെ വരുന്ന പാവപ്പെട്ട കച്ചവടക്കാരൊന്നും എന്തെങ്കിലുമൊക്കെ വാങ്ങാന്നേ. എല്ലാവരും ഓണാഘോഷിക്കട്ടെന്നേ.